റവന്യൂ ജില്ലാ കലോത്സവത്തിൽ കായംകുളം ബോയ്സ് HSSലെ വേദി 2-ൽ മോഹിനിയാട്ട മത്സരവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായ തർക്കമുണ്ടായി. HSS വിഭാഗം പെൺകുട്ടികളുടെ മത്സരത്തിലെ വിധിനിർണയത്തെ ചൊല്ലിയായിരുന്നു തർക്കം. റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ വേദി 2-ആയ കായംകുളം ബോയ്സ് HSS ഹാളിലായിരുന്നു മോഹിനിയാട്ട മത്സരത്തിനൊടുവിൽ തർക്കമുണ്ടായത്. HS വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരത്തിന് ശേഷമായിരുന്നു വിധി നിർണയത്തിനെതിരെയുള്ള തർക്കം ഉടലെടുത്തത്. എത്രയോ പ്രാവശ്യം പറഞ്ഞു. വിധികർത്താക്കളെ തടഞ്ഞ് ഹാളിൽ ഏറെ നേരം വാക്കുതർക്കമുണ്ടായതോടെ പോലീസ് സ്ഥലത്തെത്തി സംഭവങ്ങളിൽ ഇടപെട്ടു. തർക്കം രൂക്ഷമായപ്പോൾ തർക്കവുമായി എത്തിയവരെ ഹാളിന് പുറത്തേക്ക് മാറ്റുകയും ചെയ്തു. മോഹിനിയാട്ട മത്സരത്തിന്റെ വിധി നിർണയം പാളിപ്പോയെന്നാണ് മത്സരാർത്ഥികളുടെ രക്ഷിതാക്കൾ പറയുന്നത്. എല്ലാ വർഷവും പ്രോഗ്രാം കമ്മിറ്റിക്കാരാണ് അനുഭവ സമ്പത്തുള്ള വിധികർത്താക്കളെ നിശ്ചയിക്കാറുള്ളതെന്നും എന്നാൽ ഇത്തവണ DD നേരിട്ടാണ് മത്സരങ്ങൾക്കുള്ള വിധികർത്താക്കളെ നിശ്ചയിച്ചതെന്നും ഇതിൽ പാളിച്ചകളുണ്ടെന്നുമാണ് ചിലർ ആരോപിക്കുന്നത്. ഞങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഇരുന്നിട്ട് ജഡ്ജ്മെന്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല, അതിൽ ആർക്കോ കിട്ടിക്കോട്ടെ. പക്ഷേ ഇന്ന് ഹൈസ്കൂൾ സെക്ഷൻ മോഹിനിയാട്ടം നടന്നതിൽ ഒരാൾ കേരള നടനത്തിന് ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ്. സോയനാട് മ്യൂസിക് കോളേജിൽ പഠിച്ച ഒരാളെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരാൾ എങ്ങനെ മോഹിനിയാട്ടത്തിൽ ഇരിക്കും? രണ്ട് സ്ട്രീമും കംപ്ലീറ്റ്ലി വ്യത്യസ്തമാണ്. ഇപ്പോൾ എന്നെക്കാളും സീനിയർ ആണ് ടീച്ചർ വരെ ഇവിടെ ഇരുന്ന് ജഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്കൊക്കെ അറിയുന്നവരാണ്, നമ്മളെല്ലാം പഠിപ്പിക്കുന്നവരാണ്. അപ്പം നമുക്ക് അറിയാൻ പറ്റും. അവർ നല്ല ആൾക്കാരെ കൊണ്ടിരുത്തിയിട്ട് ആർക്കോ പ്രൈസ് കൊടുത്തോട്ടെ, പ്രശ്നമില്ല. പക്ഷേ ഒരു ക്വാളിഫിക്കേഷൻ ഒരാൾ കലാനിലയമാണ്, വെറും ഷോർട്ട് ടേം കോഴ്സ് പഠിച്ചത്. അവർക്കൊരു വിനിയോഗം എന്തെന്നറിയോ? ഡിഗ്രിയോ മിനിമം ഒരു MA എങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർ വേണം വന്നിരിക്കാനായിട്ട്. അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊന്നും അറിയില്ല. കേരള നടനത്തിൻ്റെ ആൾ ഒരു കലാനിലയവും ഇരുന്നിട്ടാണ് ഹൈസ്കൂൾ സെക്ഷൻ ജഡ്ജ്മെൻറ്റ് ചെയ്തത്. അതിലപ്പോൾ എത്രത്തോളം മിസ്റ്റേക്ക് ഉണ്ടാവും? കേരള നടനം ചെയ്യുന്ന ഒരാൾ എങ്ങനെ മോഹിനിയാട്ടത്തിൻ്റെ ഒലച്ചിൽ ചെയ്യും? അതിൻ്റെ പ്രയോഗങ്ങൾ മൊത്തം വ്യത്യസ്തമാണ്. അവരെങ്ങനെയാണ് അത് രീതി ചെയ്യുക? ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ DD പറഞ്ഞത് കേരള നടനം അറിയുന്ന ഒരാൾക്ക് മോഹിനിയാട്ടം അറിഞ്ഞുകൂടാന്നില്ലല്ലോ, പിന്നെ എന്തിനാ ക്വാളിഫിക്കേഷൻ എന്നൊരു മാനദണ്ഡം? ക്വാളിഫിക്കേഷൻ വേണ്ടല്ലോ. ആർക്കും എന്തും ചെയ്യാം. ക്ഷാമമൊന്നും ഇല്ലല്ലോ ജഡ്ജസിന്. ഈ നമ്മൾ പറയുന്ന മത്സരത്തിൻ്റെ മാനുവലിൽ കൃത്യമായിട്ട് ആഭരണങ്ങൾ അഴിഞ്ഞു വീഴരുത്, കൃത്യമായ ശൈലി ചെയ്യണം, ഇതൊക്കെയാണ് അതിന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് വീഡിയോ എടുത്തു നോക്കിയാൽ വ്യക്തമായിട്ട് കാണാം ആഭരണങ്ങൾ അഴിഞ്ഞു പോയ കുട്ടിക്കാണ് ഫസ്റ്റ്. കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുള്ള കലാമണ്ഡലത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വർഷം നമ്മളെ അവിടെ പഠിപ്പിച്ച ശൈലി നമുക്ക് വ്യക്തമായിട്ട് അറിയാം. കൃത്യമായ മുദ്രയുടെ സ്ഥാനമോ നിലയോ അരമണ്ഡലമോ ഇല്ലാതെ കളിച്ച ഒരു കുട്ടിക്ക് എങ്ങനെ മത്സരത്തിന് ഫസ്റ്റ് കൊടുക്കാൻ പറ്റും? ഈ ബാക്കി കളിക്കുന്ന കുട്ടികളോടെല്ലാം കാണിക്കുന്ന ഒരു നീതികേടല്ലേ അത്? എന്ത് ന്യായം അതിലവർ പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഹൈസ്കൂളിലിരിക്കുന്ന ജഡ്ജല്ല ഇപ്പോൾ ഹയർ സെക്കൻഡറി വന്നപ്പോൾ ആൾ മാറി. അതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഈ ആൾ മാറുന്നതും റിസൾട്ട് മാറുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ബാക്കിയുള്ള കുട്ടികൾ മാസങ്ങളായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ഒപ്പം ടീച്ചേഴ്സും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് ദിവസങ്ങൾ രാത്രി ഉറക്കമില്ലാതെ വന്നിട്ടാണ് ഇവർ സ്റ്റേജിൽ കയറുന്നത്. CDNet ന്യൂസ്, കായംകുളം.